ഈശോ ഏലീശായുടെ ഭവനത്തിൽ ഫലദായകമായ ദുഃഖത്തെക്കുറിച്ച് സംസാരിക്കുന്നു. വിനാശകരമായ വിഷാദം കൈവെടിയണമെന്ന് ഏലീശായ്ക്ക് ബോധ്യമായ വിവരം ആ ഗ്രാമത്തിലെങ്ങും അറിഞ്ഞു. അതിനാൽ ഗ്രാമത്തിലൂടെ നടന്ന് ആ വീട്ടിലേക്ക് പോയ ഈശോയെയും അപ്പസ്തോലന്മാരും ശിഷ്യരും അടങ്ങുന്ന സംഘത്തെയും എല്ലാവരും താല്പര്യത്തോടെ നോക്കി. എല്ലാം സൂക്ഷിച്ചു വീക്ഷിച്ചു. ഇടിയന്മാരോട് എല്ലാവരോടും ചോദ്യങ്ങളുമായി. എന്തിനാണ് അവർ വന്നത്? ആരെല്ലാമാണ് കൂടെയുള്ളത്? ആ കുട്ടി ഏത്? സ്ത്രീകളാരാ? ഏലീശായുടെ മാനസിക വിഭ്രാന്തി ഇത്ര പെട്ടെന്ന് മാറുവാൻ തക്ക എന്തു മരുന്നാണ് അവൾക്ക് കൊടുത്തത്? ഇനി അവൻ എന്താണ് ചെയ്യാൻ പോകുന്നത്, പറയാൻ പോകുന്നത്? അവനോട് വല്ലതും ചോദിക്കാൻ ആഗ്രഹമുള്ളവർക്ക് ചോദിക്കാൻ കഴിയുമോ? അവസാനത്തെ ചോദ്യം ഞങ്ങൾക്കും നിങ്ങളോടൊപ്പം വന്നുകൂടെ എന്നായിരുന്നു. അത് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. നിങ്ങൾ തന്നെ ചോദിക്കൂ. പോയി ഗുരുവിനോട് ചോദിക്കൂ. അവൻ ഞങ്ങളോട് അപ്രീതി കാണിച്ചാലോ? അവൻ പാപികളോട് പോലും അപ്രീതി കാണിക്കാറില്ല. പോകൂ, അവന് സന്തോഷമേ ഉണ്ടാവൂ. ഏലീശായുടെ പ്രായം വരുന്ന ഏതാനും പുരുഷന്മാരും സ്ത്രീകളും പരസ്പരം ആലോചിച്ച ശേഷം ഒരുമിച്ച് ഈശോയുടെ അടുക്കിലേക്ക് നീങ്ങുന്നു. ഈശോ പത്രോസിനോടും ബെർത്തലോമിയോടും സംസാരിച്ചു കൊണ്ട് നിൽക്കുകയാണ്. അവർ സന്ദേഹത്തോടെ വിളിക്കുന്നു, ഗുരുവേ, നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? ബെർത്തലോമി ചോദിക്കുന്നു. ഗുരുവിനോട് സംസാരിക്കാൻ, ചോദിക്കാൻ, സമാധാനം നിങ്ങളിലോട്ട് വരട്ടെ. എന്ത് ചോദ്യങ്ങളാണ് എന്നോട് ചോദിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ഈശോ പുഞ്ചിരി തൂകിക്കൊണ്ട് ഇങ്ങനെ പറയുന്നത് കേട്ടപ്പോൾ അവർക്ക് ധൈര്യമായി. ഞങ്ങളെല്ലാവരും ഏലീശായുടെയും അവളുടെ കുടുംബത്തിൻ്റെയും സ്നേഹിതരാണ്. അവൾ സുഖപ്പെട്ടു എന്ന് ഞങ്ങൾ കേട്ടു. ഞങ്ങൾക്ക് അവളെ കണ്ടാൽ കൊള്ളാം. നിന്നെ ശ്രവിക്കാനും ആഗ്രഹിക്കുന്നു. ഞങ്ങൾക്ക് വരാമോ? എന്നെ ശ്രവിക്കാൻ നിങ്ങൾക്ക് തീർച്ചയായും വരാം. അവരും ജിജ്ഞാസയ്ക്ക് ഒരു ത്യാഗം ചെയ്യുന്നതാണ് നല്ലത്. കാരണം ഇത് ജിജ്ഞാസ കൊണ്ടുകൂടെയാണ്. ആഴമായ ഒരു ദുഃഖത്തോടും ബഹുമാനം കാണിക്കണം. അവരെ അസഹ്യപ്പെടുത്തരുത്. അവൾ സുഖം പ്രാപിച്ചതല്ലേ? അവൾ പ്രകാശത്തിലേക്ക് തിരിയുന്നുണ്ട്. എന്നാൽ രാത്രി തീർന്നാലുടനെ മധ്യാഹ്നമാണോ? ഇത് തന്നെ ഏലീശായുടെ കാര്യത്തിലും. കത്താൻ തുടങ്ങുക മാത്രം ചെയ്യുന്ന ഒരു ജ്വാലയുടെ മേൽ പെട്ടെന്ന് ശക്തിയായി കാറ്റടിച്ചാൽ അത് കെട്ടുപോകുകയില്ലേ? അതിനാൽ വിവേകം കാണിക്കൂ. ആ സ്ത്രീയാകെ ഒരു വലിയ വ്രണമാണ്. കൂട്ടുകാരും അസഹ്യതയായി തോന്നും. കാരണം ഇപ്പോൾ അവൾക്ക് ആവശ്യമായത് വിശ്രമം, നിശബ്ദത, ഏകാന്തത മുതലായവയാണ്. ഏകാന്തതയിൽ മാത്രമേ വീണ്ടും സ്വയം കണ്ടെത്താൻ കഴിയൂ. അപ്പോൾ പിന്നെ എന്നാണ് അവളെ ഞങ്ങൾ കാണുക? നിങ്ങൾ ഉദ്ദേശിക്കുന്നതിലും മുമ്പേ കഴിയും. കാരണം ഇപ്പോൾ സൗഖ്യത്തിൻ്റെ പാതയിലേക്ക് വന്നിരിക്കുന്നു. ആ അന്ധകാരത്തിൽ നിന്നും പുറത്തു വരിക എന്നത് എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ ആ അന്ധകാരം മരണത്തെക്കാൾ കഠിനമാണ്. അതിൽ നിന്നും പുറത്തു വരുന്നയാൾ അതിൽ ഉൾപ്പെട്ടതിനെക്കുറിച്ചും ലജ്ജിക്കുകയും എല്ലാവരും അതറിഞ്ഞിരിക്കണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യും. നീ ഒരു വൈദ്യനാണോ? ഞാൻ ഗുരുവാണ്. അവർ വീട്ടിലെത്തി ഈശോ ഇടയന്മാരോട് പറയുന്നു, നിങ്ങൾ മുറ്റത്തേക്ക് പോകുക. നിങ്ങളുടെ കൂടെ വരാൻ ആഗ്രഹമുള്ളവരെല്ലാം വന്നുകൊള്ളട്ടെ. എന്നാൽ ഒരുത്തരും ശബ്ദമുണ്ടാക്കുകയോ മുറ്റത്തിനപ്പുറത്തേക്ക് കടക്കുകയോ ചെയ്യരുത്. അപ്പസ്തോലന്മാരോട് ഈശോ പറയുന്നു, ഇതുപോലെ എല്ലാവരും ചെയ്യുന്നുണ്ടോ എന്ന് നിങ്ങൾ നോക്കണം. നിങ്ങൾ സലോമിയും അൽഫേസിൻ്റെ ഭാര്യ മേരിയും ബാലൻ ശബ്ദമുണ്ടാക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ദൈവം നിങ്ങളോട് കൂടെ. ഈശോ വാതിൽക്കൽ മുട്ടുന്നു. മുറ്റത്തുള്ളവരെല്ലാം അവർക്ക് നിർദ്ദേശിച്ച സ്ഥലത്തേക്ക് പോകുന്നു. വേലക്കാരി വാതിൽ തുറക്കുന്നു. ഈശോ അകത്തേക്ക് പോകുമ്പോൾ ഭൃത്യ വീണ്ടും താണു വണങ്ങുന്നു. നിന്റെ സ്വാമിനി എവിടെയാണ്? അമ്മയുടെ കൂടെ. ഒന്നും വിചാരിച്ചു നോക്കിക്കേ, അവൾ തോട്ടത്തിലേക്ക് ഇറങ്ങി വന്നു. എത്ര വിസ്മയകരം. ഇന്നലെ വൈകിട്ട് അവൾ ഭക്ഷണമുറിയിലേക്കും വന്നു. അവൾ കരയുകയായിരുന്നു, എങ്കിലും വന്നു. അവൾ ഭക്ഷണം വല്ലതും കഴിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു. എന്നാൽ അതുണ്ടായില്ല. അവൾ കഴിക്കും. നിർബന്ധിക്കരുത്. നിന്റെ സ്വാമിനിയോടുള്ള സ്നേഹത്തിൽ തന്നെ ക്ഷമ കാണിക്കണം. ഉവ്വ് കർത്താവേ, എൻ്റെ രക്ഷക, നീ എന്നോട് പറയുന്നതെല്ലാം ഞാൻ ചെയ്യും. എനിക്ക് തോന്നുന്നത് ഈശോ എത്ര അസാധാരണമായ കാര്യം അവളോട് ചെയ്യാൻ ആവശ്യപ്പെട്ടാലും അവൾ അത് ചെയ്യുമെന്നാണ്. കാരണം അവൾക്ക് അത്രയ്ക്ക് ബോധ്യമായിട്ടുണ്ട് ഈശോയാണെന്നും ഈശോ ചെയ്യുന്നതെല്ലാം ശരിയായിട്ടുള്ളതാണെന്നും. അവൾ ഈശോയെ ഒരു വലിയ അടുക്കളത്തോട്ടത്തിലേക്ക് കൊണ്ടുപോകുന്നു. ധാരാളം ഫലവൃക്ഷങ്ങളും പൂച്ചെടികളും വൃക്ഷങ്ങളുമെല്ലാം സ്വയം തളർത്തു പൂത്ത് കായ് പുറപ്പെടുവിച്ചു തുടങ്ങുന്നുണ്ട്. എന്നാൽ 1 വർഷത്തിലധികമായി ഉപേക്ഷിച്ച നിലയിലായിരുന്ന ചെടികൾക്കിടയിലെല്ലാം പുല്ല് കയറി ഇപ്പോൾ അവ ഒരു ചെറുവനമായിട്ടുണ്ട്.
ശക്തിയുള്ള വള്ളികളൊക്കെ വളർന്ന് പൂച്ചെടികളെ ചുറ്റിക്കയറി ശ്വാസം മുട്ടിച്ചു കൊല്ലുകയാണ്. തടങ്ങളും നടപ്പാതകളുമെല്ലാം ഒരുപോലെ കാട്. അങ്ങേയറ്റത്ത് സ്വല്പം തെളിച്ച് വേലക്കാരി പച്ചക്കറി സസ്യങ്ങൾ വളർത്തുന്നുണ്ട്. അത്രമാത്രം വൃത്തിയാക്കി ഭംഗിയാക്കിയിരിക്കുന്നു. മേരി ഏലീശയുടെ കൂടെ ഒരു മുന്തിരിപ്പന്തലിൻ്റെ താഴെയിരിക്കുന്നു. വള്ളികളെല്ലാം നാനാവഴിക്ക് വളർന്നു തൂങ്ങിക്കിടക്കുന്നു. മിക്കതും നിലം പറ്റേ എത്തി. ഈശോ മാതാവിനെ നോക്കുന്നു. തൻ്റെ യുവമാതാവ് എത്ര മഹിമയോടും നയത്തോടും കൂടി ഏലീശയുടെ മനസ്സിനെ ഉണർത്തി മറ്റു കാര്യങ്ങളിലേക്ക് തിരിച്ചുവിടാൻ ശ്രമിക്കുന്നു. വേലക്കാരി സ്വാമിയുടെ പക്കൽ വന്നു പറയുന്നു, രക്ഷകൻ വന്നിരിക്കുന്നു. അവർ രണ്ടുപേരും ഉടനെ തിരിഞ്ഞ് ഈശോയുടെ പക്കലേക്ക് വരുന്നു. ഒരാൾക്ക് മാധുര്യം നിറഞ്ഞ പുഞ്ചിരി, മറ്റേയാൾക്ക് ക്ഷീണവും ഒരുമാതിരി സംഭ്രമവും. നിങ്ങൾക്ക് സമാധാനമുണ്ടാകട്ടെ, ഈ തോട്ടം മനോഹരമായിരിക്കുന്നു. അതൊരിക്കൽ മനോഹരമായിരുന്നു, ഏലീശ പറയുന്നു. മണ്ണ് നല്ല വളക്കൂറുള്ളതാണ്. നോക്കൂ, എന്തുമാത്രം കായ്കളാണ് പഴുക്കാൻ പാകമായി വൃക്ഷങ്ങളിലുള്ളത്. ആ റോസാ ചെടികളിൽ എത്രയേറെ പൂക്കൾ. അതാ അവിടെ. അത് ലില്ലിയാണോ? അതെ. ഉറവയുടെ ചുറ്റും എൻ്റെ കുഞ്ഞുങ്ങൾ അധികം സമയവും അവിടെയായിരുന്നു കളിച്ചിരുന്നത്. എന്നാൽ അന്ന് അത് വൃത്തിയായിട്ട് സൂക്ഷിക്കുകയായിരുന്നു. ഇപ്പോൾ എല്ലാം നശിച്ചു. എൻ്റെ മക്കളുടെ തോട്ടമാണെന്ന് തോന്നുകയേയില്ല. കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ അത് മുമ്പിലത്തെ പോലെ മനോഹരമാകും. ഞാൻ നിന്നെ സഹായിക്കും. ഇത് ശരിയല്ലേ? ഈശോ ഏതാനും ദിവസത്തേക്ക് എന്നെ ഏലീശയുടെ കൂടെ വിട്ടേക്കും. ഞങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അമ്മയുടെ ആഗ്രഹം എൻ്റെയും ആഗ്രഹമാണ്. ഏലീശ ഈശോയെ നോക്കി താണസ്വരത്തിൽ പറയുന്നു, അങ്ങേക്ക് നന്ദി. ഈശോ അവളുടെ നരച്ച മുടി തലോടിക്കൊണ്ട് യാത്ര ചോദിച്ച ശേഷം ഇടിയന്മാരുടെ പക്കലേക്ക് പോകുന്നു. സ്ത്രീകൾ തോട്ടത്തിൽ തന്നെയാണ്. കുറച്ചു കഴിഞ്ഞപ്പോൾ ഈശോയുടെ ശബ്ദം കേട്ടു തുടങ്ങി. ആളുകളെ ഈശോ അഭിവാദ്യം ചെയ്യുകയാണ്. ആ സ്വരത്തിന് എന്തെന്നില്ലാത്ത ആകർഷണം. ഏലീശ ഇരുന്നിടത്ത് നിന്ന് എഴുന്നേൽക്കുന്നു. പൊക്കമുള്ള ഒരു വേലിക്കെട്ടിനടുത്ത് സാവധാനത്തിൽ നടന്നു വന്നു. വേലിക്കപ്പുറത്തുള്ള വിശാലമായ മുറ്റത്താണ് ആളുകൾ. ഈശോ ആദ്യം ആ 3 ഇടയന്മാരോടാണ് സംസാരിക്കുന്നത്. ഈശോ വേലിയുടെ ഭാഗത്ത് അതിന് സമീപത്താണ്. ഈശോയുടെ മുന്നിൽ അപ്പസ്തോലന്മാരും ബെത്സൂറിൽ നിന്നും ഈശോയെ അനുഗമിച്ച ആളുകളും. ബാലനെയും കൊണ്ട് മേരിമാർ ഒരു മൂലയിലാണ്. ഈശോ ചോദിക്കുന്നു, ഇപ്പോഴും ഉടമ്പടിയുടെ ബാധ്യതയിലാണോ നിങ്ങൾ? ആ ബാധ്യതയിൽ നിന്ന് എപ്പോഴെങ്കിലും സ്വതന്ത്രരാകാൻ നിങ്ങൾക്ക് കഴിയുമോ? ഞങ്ങൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രരായ വേലക്കാരാണ്. എന്നാൽ ഉടനെ അയാളെ വിട്ടുപോരുന്നത് ശരിയായിരിക്കില്ലെന്ന് തോന്നുന്നു. കാരണം ഈ സമയത്ത് ആളുകളുടെ മേൽ വളരെ ശ്രദ്ധ വേണം. ഇടിയന്മാരെ കണ്ടുപിടിക്കുക വിഷമവുമാണ്. അതെ, അത് ശരിയായിരിക്കില്ല. എന്നാൽ ഉടനെ വിട്ടു പോരേണ്ട ആവശ്യമില്ല. ഞാൻ നേരത്തെ നിങ്ങളോട് പറയുന്നേയുള്ളൂ. എല്ലാം വേണ്ട പോലെ ചെയ്യണമല്ലോ. നിങ്ങൾ സ്വതന്ത്രരാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ശിഷ്യരുടെ ഗണത്തിൽ ചേർന്ന് എന്നെ സഹായിക്കണം. ഓ ഗുരുവേ, സന്തോഷത്തിൻ്റെ പാരവശ്യത്തിലാണ് 3 പേരും. എന്നാൽ ഞങ്ങൾക്കത് കഴിയുമോ? 3 പേരും കൂടെ ചോദിക്കുന്നു. അതേക്കുറിച്ച് എനിക്കൊരു സംശയവുമില്ല. അങ്ങനെ കാര്യം തീരുമാനമായി. നിങ്ങൾക്ക് പോരാൻ കഴിയുന്ന സമയത്ത് ഐസക്കിൻ്റെ കൂടെ ചേർന്നു കൊള്ളുക. ഉവ്വ് ഗുരുവേ, നിങ്ങൾക്ക് മറ്റുള്ളവരുടെ കൂടെ പോകാം. ഞാൻ ഈ ആളുകളോട് അല്പം സംസാരിക്കാൻ പോകുന്നു. ഈശോ ഇടയന്മാരെ വിട്ട് മറ്റുള്ള ആളുകളോട് സംസാരിക്കുകയാണ്. സമാധാനം നിങ്ങളോട് കൂടെ. ഇന്നലെ നിർഭാഗ്യരായ 2 പേരുടെ സംസാരം ഞാൻ കേട്ടു. ഒരാൾ ജീവിതത്തിൻ്റെ പ്രഭാതത്തിലാണ്, മറ്റേയാൾ അതിൻ്റെ അസ്തമനത്തിലും. തങ്ങളുടെ കഷ്ടതകളെക്കുറിച്ച് വിലപിക്കുന്ന 2 ആത്മാക്കൾ. ഞാൻ അവരോടൊത്ത് എൻ്റെ ഹൃദയത്തിൽ കരഞ്ഞു. ലോകത്തിൽ എത്രയധികം ദുഃഖങ്ങൾ. ദൈവത്തിന് മാത്രമേ അതിനെ ആശ്വാസം നൽകാൻ കഴിയൂ. ദൈവത്തെക്കുറിച്ചുള്ള അറിവ് പരിധിയില്ലാത്ത അവിടുത്തെ ധാരാളതയെക്കുറിച്ചുള്ള അറിവിന് മാത്രമേ ഈ ഭൂമിയിലെ ദുഃഖങ്ങൾ അകറ്റാൻ കഴിയൂ. ദൈവം സദാ നമ്മോട് കൂടെയുണ്ടെന്നുള്ള സത്യം, അവിടുത്തെ വാഗ്ദാനങ്ങൾ, ഇവയെല്ലാം അറിയണം. ഒരു മനുഷ്യന് വേറൊരുവനെ എത്രയധികം പീഡിപ്പിക്കാൻ കഴിയുമെന്ന് ഞാൻ കണ്ടു. ഞാൻ അപ്പോൾ എന്നോട് തന്നെ പറഞ്ഞു, ദൈവത്തിൻ്റെ മക്കൾ ഇതുപോലുള്ള പീഡകൾ സഹിക്കാൻ പാടില്ല. ദൈവത്തെ അവഗണിക്കുന്നവർക്ക് ദൈവത്തെക്കുറിച്ച് അറിവ് നൽകപ്പെടണം.
ദുഃഖത്തിൻ്റെ കൊടുങ്കാറ്റിലെല്ലാം മറന്നുപോയവർക്കും ഈ അറിവ് നൽകണം. അതേസമയം എൻ്റെ സഹോദരങ്ങളുടെ എണ്ണമില്ലാത്ത ആവശ്യങ്ങളിൽ അവരെ സഹായിക്കാൻ ഞാൻ ഒറ്റയ്ക്ക് പോരാ. അതിനാൽ അനേകരെ വിളിക്കാൻ ഞാൻ നിശ്ചയിച്ചു. ദൈവത്തെക്കുറിച്ച് അറിയുന്നതിലുള്ള ആശ്വാസം വേണ്ടവർ നിരവധിയാണ്. അതിലൊന്നാമതായി നിയോഗിക്കപ്പെട്ടിരിക്കുന്നത് ഈ 12 അപ്പസ്തോലന്മാരാണ്. എൻ്റെ പ്രതിനിധികളായി ദുഃഖത്തിൻ്റെ ഭാരത്താൽ കുനിഞ്ഞു പോയിരിക്കുന്ന അനേകരെ എന്നിലേക്ക്, അങ്ങനെ ആശ്വാസത്തിലേക്ക് നയിക്കാൻ അവർക്ക് കഴിയും. ഞാൻ ഗൗരവമായി പറയുന്നു, പീഡിതരും മനസ്സുമടുത്തവരും ഹൃദയം തകർന്നവരും ക്ഷീണിതരുമായ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ. നിങ്ങളുടെ ദുഃഖത്തിൽ ഞാനും പങ്കുകൊള്ളാം. നിങ്ങൾക്ക് സമാധാനം ഞാൻ നൽകാം. വരൂ, എൻ്റെ അപ്പസ്തോലന്മാരും ശിഷ്യന്മാരും ശിഷ്യകളും വഴി എൻ്റെ അടുക്കൽ വരൂ. സന്മനസ്സുള്ള പുതിയ പുതിയ ആൾക്കാർ ദിവസവും വന്നു ചേർന്ന് ഈ ശിഷ്യഗണം വളരുന്നുണ്ട്. നിങ്ങളുടെ ദുഃഖങ്ങളിൽ നിങ്ങൾ ആശ്വാസം കണ്ടെത്തും, ഏകാന്തതയിൽ കൂട്ടു കണ്ടെത്തും. ലോകത്തിൻ്റെ വിദ്വേഷത്തിൻ്റെ സ്ഥാനത്ത് നിങ്ങളുടെ സഹോദരങ്ങളുടെ സ്നേഹം അനുഭവപ്പെടും. എല്ലാറ്റിലും ഉപരിയായ ആശ്വാസദായകനെ കണ്ടെത്തും. പിന്നീടൊരിക്കലും സംശയം ഉണ്ടാവുകയില്ല. എന്നെ സംബന്ധിച്ചെല്ലാം തീർന്നുവെന്ന് ഒരിക്കലും പറയുകയില്ല. നേരെ മറിച്ച് നിങ്ങളിങ്ങനെ പറയും, സ്വഭാവീതമായ ഒരു ലോകത്തിൽ എനിക്കെല്ലാം ആരംഭിക്കുന്നു. അവിടെ ദൂരമില്ല, വേർപാടില്ല. അനാഥരായിരുന്നവർ മാതാപിതാക്കളോട് ഒരുമിച്ച് ചേരും. പിതാക്കളും മാതാക്കളും ഭാര്യമാരും വിധവകളും നഷ്ടപ്പെട്ടവരുടെ മക്കളെയും ഭർത്താക്കന്മാരെയും എബ്രാഹത്തിൻ്റെ മടിയിൽ കണ്ടുമുട്ടും. ഈ യൂദയ നാട്ടിൽ നയോമിയുടെ ബെത്ലഹേമിൻ്റെ സമീപെ വെച്ച് സ്നേഹം വേദന മാറ്റുകയും സന്തോഷം നൽകുകയും ചെയ്യുന്നു എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുന്നു. നയോമിയുടെ വീട്ടിൽ പുരുഷന്മാരാരും ഇല്ലാതെയായപ്പോൾ നയോമി അനുഭവിച്ച ആകുലത കരഞ്ഞുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഓർത്തു നോക്കുവിൻ. മനസ്സ് തളർന്ന് ഓർപ്പാഹയെയും റൂത്തിനെയും അവൾ പറഞ്ഞിരിക്കുന്ന സമയത്തെ വാക്കുകൾ ശ്രദ്ധിക്കൂ. നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ അമ്മമാരുടെ പക്കലേക്ക് പിന്തിരിയുക. നിങ്ങൾ മരിച്ചുപോയവരോടും എന്നോടും കരുണ കാണിച്ചതുപോലെ കർത്താവ് നിങ്ങളോടും കരുണ കാണിക്കട്ടെ. മനസ്സ് തളർന്ന അവളുടെ നിർബന്ധം ശ്രദ്ധിക്കുക. ഒരു കാലത്ത് വളരെ സുന്ദരിയായിരുന്നു. എന്നാൽ ഇപ്പോൾ ദുഃഖത്തിൻ്റെ പര്യായമായിരിക്കുന്ന നയോമി സങ്കടം കൊണ്ട് തകർക്കപ്പെട്ടു. എന്നാൽ വേറൊന്നും അവൾ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നില്ല. അവൾ സന്തോഷമായി ജീവിച്ച സ്ഥലത്ത് പോയി മരിക്കണമെന്നേ ആഗ്രഹിക്കുന്നുള്ളൂ. അവിടെയാണ് ഭർത്താവിൻ്റെ സ്നേഹവും മക്കളുടെ ചുംബനവും ലഭിച്ച അവളുടെ യൗവനകാലം ചെലവഴിച്ചത്. അവൾ പറഞ്ഞു, പോകൂ പോകൂ, എൻ്റെ കൂടെ വരുന്നതുകൊണ്ട് ഒരു പ്രയോജനവും ഉണ്ടാകുകയില്ല. ഞാൻ മരിച്ചതിന് തുല്യമാണ്. എൻ്റെ ജീവൻ ഇനി ഇവിടെയില്ല. അവിടെ അവരെല്ലാവരുമുള്ള അങ്ങേ ലോകത്തിലാണ്. മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാധനത്തിൻ്റെ സമീപേ നിങ്ങളുടെ ജീവിതം പാഴാക്കേണ്ട. കാരണം ഞാൻ ശരിക്കും ഒരു സാധനമാണ്. എല്ലാറ്റിനോടും എനിക്ക് നിസ്സംഗതയാണ്. ദൈവമെല്ലാം എന്നിൽ നിന്ന് എടുത്തു കളഞ്ഞു. ഞാൻ കൈപ്പേറിയ ദുഃഖമായി തീർന്നിരിക്കുന്നു. ഞാൻ നിങ്ങളെയും ദുഃഖിതരാക്കും. അതെൻ്റെ ഹൃദയത്തിന് ഒരു വലിയ ഭാരവുമായിരിക്കും. അതിന് കർത്താവിൻ്റെ പക്കൽ ഞാൻ കണക്ക് കൊടുക്കേണ്ടി വരും. എന്നെ ഇപ്പോഴേ കനത്ത പ്രഹരമേൽപ്പിച്ചിരിക്കുന്നു കർത്താവ്. കാരണം മരിച്ചിരിക്കുന്ന എൻ്റെ അടുത്ത് ജീവനുള്ള നിങ്ങളെ നിർത്തുന്നത് സ്വാർത്ഥതയായിരിക്കും. നിങ്ങളുടെ അമ്മമാരുടെ പക്കലേക്ക് പോയിക്കൊള്ളൂ. എന്നാൽ ദുഃഖിതയായ വൃദ്ധമാതാവിനെ സഹായിക്കാൻ റൂത്ത് കൂടെ താമസിച്ചു. അവനവൻ്റെ ദുഃഖത്തേക്കാൾ വലിയ ദുഃഖങ്ങളുണ്ടെന്ന് റൂത്ത് മനസ്സിലാക്കി. ചെറുപ്രായത്തിൽ വിധവയായ അവളുടെ ദുഃഖത്തേക്കാൾ വലിയ ദുഃഖം ഭർത്താവും 2 പുത്രന്മാരും നഷ്ടപ്പെട്ട നയോമിയുടേതാണെന്ന് അവൾ ഗ്രഹിച്ചു. ഒരുത്തരുടെയും സ്നേഹവാത്സ്യങ്ങൾ ലഭിക്കാതെ, നല്ല ഉപദേശങ്ങൾ കൊടുക്കാൻ ആരുമില്ലാതെ ഭിക്ഷയാചിച്ച് ജീവിക്കാനിടയാകുന്ന ഒരു അനാഥ ബാലൻ്റെ ദുഃഖം മക്കൾ മരിച്ചുപോയ ഒരു അമ്മയുടെ ദുഃഖത്തേക്കാൾ വലുതാണ്. അതുപോലെ തന്നെ പല പല കാരണങ്ങളാൽ മനുഷ്യജാതിയെ തന്നെ വെറുക്കുന്ന ഓരോ മനുഷ്യനിലും ഭയം ഉളവാക്കുന്ന ശത്രുവിനെ കാണുന്ന ഒരുവൻ്റെ ദുഃഖം മറ്റെല്ലാ ദുഃഖങ്ങളെക്കാൾ വലുതാണ്. കാരണം മാംസവും രക്തവും മനോഭാവവും മാത്രമല്ല ഇവിടെ ബാധകമാവുന്നത്. പിന്നെയോ അതിൻ്റേതായ സ്വഭാവീതിത കടമകളും അവകാശങ്ങളുമുള്ള നാശത്തിലേക്ക് നീങ്ങുന്ന ആത്മാവാണ് സ്വാധീനിക്കപ്പെടുന്നത്.
അമ്മയില്ലാത്ത മക്കൾക്കു വേണ്ടി മക്കളില്ലാത്ത എത്ര അമ്മമാർ ലോകത്തിലുണ്ട്. മക്കളില്ലാത്ത എത്ര വിധവകൾ ലോകത്തിലുണ്ട്. വാർദ്ധക്യത്തിൽ ഏകരായി അവശതയിൽ കഴിയുന്നവരെ സഹതാപത്തോടെ സ്നേഹിക്കാൻ അവർക്ക് കഴിയുമല്ലോ. എല്ലാ മാനുഷിക സ്നേഹവും നിരാകരിക്കപ്പെട്ട് ദുഃഖിതരായ സകലരുടെയും പേർക്ക് തങ്ങളെ തന്നെ അർപ്പിക്കുന്ന എത്രയധികം ആളുകളുണ്ട്. സ്നേഹിക്കാനുള്ള അവരുടെ ആഗ്രഹം കൊണ്ട് അവർ വിദ്വേഷം പുലർത്തുന്ന ഒരു ലോകത്തിൽ അവർ മനുഷ്യകുലത്തിന് സ്നേഹം നൽകുന്നു. ദുഃഖം ഒരു കുരിശാണ്, അതേസമയം ഒരു ചിറകുമാണ്. വിലാപം ഉരിഞ്ഞു കളയുന്നത് വീണ്ടും ധരിപ്പിക്കാനാണ്. കരയുന്ന നിങ്ങൾ എഴുന്നേൽക്കൂ, കണ്ണു തുറക്കൂ. പേടി സ്വപ്നങ്ങളും അന്ധകാരവും സ്വാർത്ഥതയുമെല്ലാം ദൂരെ എറിയൂ. ആളുകൾ കരയുകയും മരിക്കുകയും ചെയ്യുന്ന തരിശു ഭൂമിയാണ് ലോകം. ആ ലോകം കരഞ്ഞു വിളിക്കുന്നു, സഹായിക്കണേ എന്ന്. അനാഥർ, രോഗികൾ, ഏകരായിട്ടുള്ളവർ, സന്ദേഹമുള്ളവർ, മറ്റുള്ളവരുടെ കടും വഞ്ചനയും ക്രൂരതയും നിമിത്തം വിദ്വേഷത്തിൻ്റെ തടവറയിൽ കഴിയുന്നവർ, ഇങ്ങനെ എത്രയധികം ആളുകൾ സഹായത്തിനായി കേഴുന്നു. ഇങ്ങനെ കരയുന്നവരുടെ പക്കലേക്ക് പോകൂ. വിസ്മരിക്കപ്പെട്ടിരിക്കുന്ന ആളുകളുടെ ഇടയിലേക്ക് പോയി സ്വയം വിസ്മരിക്കൂ. രോഗികളുടെ ഇടയിൽ നടന്ന് നിങ്ങളുടെ ആരോഗ്യം വീണ്ടെടുക്കൂ. നിരാശരുടെ മധ്യം നിങ്ങൾ പ്രത്യാശയുള്ളവരായിരിക്കുവിൻ. തങ്ങളുടെ സഹോദരങ്ങൾക്ക് സേവനം ചെയ്തുകൊണ്ട് സ്വർഗം നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതാ ലോകം തുറന്നു കിടക്കുന്നു. നന്മ ചെയ്ത ദൈവത്തോടും ആരെക്കുറിച്ച് നമ്മൾ വിലപിക്കുന്നോ ആ പ്രിയപ്പെട്ടവരോടും ഒരുമിക്കാൻ ധാരാളം അവസരങ്ങൾ. അഭ്യാസക്കളരി ഇവിടെ, വിജയം അവിടെ. വരൂ, റൂത്തിനെ അനുകരിക്കൂ. എല്ലാ ദുഃഖങ്ങളിലും അവളോട് ചേർന്ന് പറയുക, ഞാൻ പരിഹരിക്കപ്പെടാൻ നിവൃത്തിയില്ലാത്ത ദൗർഭാഗ്യങ്ങൾ. ഇങ്ങനെ മറുപടി പറയാൻ സാധ്യതയുണ്ട്. എന്നെ നയോമി എന്ന് വിളിക്കേണ്ട, എന്നെ മാറ എന്ന് വിളിച്ചാൽ മതി. കാരണം ദൈവം എന്നെ കയ്പാക്കി മാറ്റിയിരിക്കുന്നു. എന്നാലും നിങ്ങൾ ഉറച്ചു നിൽക്കണം. ആ ദൗർഭാഗ്യങ്ങൾ ഒരു ദിവസം വിളിച്ചു പറയും, എൻ്റെ കയ്പ് എന്നിൽ നിന്നും നീക്കിക്കളഞ്ഞ കർത്താവ് അനുഗ്രഹീതനാകട്ടെ. തൻ്റെ ദുഃഖം കൊണ്ട് നല്ല ഫലം പുറപ്പെടുവിക്കാൻ അറിയുന്ന ഒരു സൃഷ്ടിയെക്കൊണ്ട് എൻ്റെ ഏകാന്തതയും ആശ്വാസരഹിതമായ സ്ഥിതിയും അവിടുന്ന് മാറ്റിത്തന്നു. ദൈവം അവനെ അനുഗ്രഹിക്കട്ടെ, കാരണം അവൻ എൻ്റെ രക്ഷകനാണ്. റൂത്ത് നയോമിയോട് കാണിച്ച ദയയാണ് ലോകത്തിന് മിശിഹായെ ലഭിക്കാൻ ഇടയാക്കിയതെന്ന് ഓർത്തുകൊള്ളൂ. കാരണം മിശിഹ ദാവീദിൽ നിന്നും വരുന്നു. ദാവീദ് ജെസയിൽ നിന്ന്, ജെസെ ഓബദിൽ നിന്ന്, ഓബദ് ബോയാസിൽ നിന്ന്, ബോയാസ് സാൽമാനിൽ നിന്ന്, സാൽമാൻ നാഷോമിൽ നിന്ന്, നാഷോം അമിനാദാബിൽ നിന്ന്, അമിനാദാബ് റാമിൽ നിന്ന്, റാം ഐസ്ലോത്തിൽ നിന്ന്, ഐസ്രോൽ പേരസിൽ നിന്ന്. അവർ ബെത്ലഹേമിലെ വയലുകളിലെല്ലാം പാർത്ത് കർത്താവിൻ്റെ മുൻഗാമികളെ തയ്യാറാക്കി. ഓരോ സൽപ്രവൃത്തിയും മഹൽകാര്യങ്ങളുടെ ആരംഭമാണ്. നിങ്ങൾക്കത് ഭാവന ചെയ്യാൻ പോലും കഴിയുകയില്ല. സ്വന്തം സ്വാർത്ഥ താല്പര്യങ്ങൾക്കെതിരെ മനുഷ്യൻ ചെയ്യുന്ന ഓരോ അധ്വാനവും സ്നേഹത്തിൻ്റെ ഓരോ തിരമാലകൾക്കുത്ഭവം നൽകുന്നുണ്ട്. അത് ഉയർന്നുയർന്ന് അത് ഉളവാകാൻ കാരണമായ ആളിനെ താങ്ങി ഉയർത്തി ദൈവത്തിൻ്റെ പാദത്തിൽ, ദൈവത്തിൻ്റെ ഹൃദയത്തിൽ എത്തിക്കുന്നു. ദൈവം നിങ്ങൾക്ക് സമാധാനം നൽകട്ടെ. ഈശോ തോട്ടത്തിലേക്ക് തിരിച്ചു പോകുന്നില്ല. വേലിയിലുള്ള ഒരു ചെറിയ വാതിലിലൂടെയാണ് ഈശോ പുറത്തേക്ക് കടന്നത്. ആരും ആ ഭാഗത്തേക്ക് പോകാതിരിക്കാൻ ഈശോ ശ്രദ്ധിക്കുന്നുണ്ട്. വേലിയുടെ മറുവശത്ത് നിന്ന് ഒരു നീണ്ട കരച്ചിൽ കേൾക്കുന്നു. ബെത്സൂളിലെ ആളുകളെല്ലാം തിരിച്ചു പോയി കഴിഞ്ഞപ്പോൾ ഈശോയും അപ്പസ്തോലന്മാരും പോകുന്നു. അനുഗ്രഹദായകമായ ആ കണ്ണുനീരിനെ അലട്ടുന്നില്ല.